Hi all, I am Musina, medical coding trainer, Cardia Healthcare Solution. CPC exam preparation series ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഡിക്കൽ ടെർമിനോളജി ഏരിയയിൽ നിന്ന് CPCയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഊഫറെക്ടമി. ഊഫെറോ എന്ന് പറയുകയാണെങ്കിൽ ഓവറീസ് എന്നാണ് മീനിങ് വരുന്നത്. എക്ടമി എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് സർജിക്കൽ റിമൂവൽ. അപ്പോൾ ഊഫറെക്ടമി എന്ന് പറയുന്നത് ഓവറി സർജിക്കലി റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണ്. ഈ ഓവറീസിന്റെ കൂടെ നമ്മൾ ഫെലോപ്പിയൻ ട്യൂബും കൂടി റിമൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രൊസീജിയറിനെ നമ്മൾ പറയുന്നത് സാൽപിഞ്ചോ ഊഫറെക്ടമി എന്നാണ്. ഓക്കെ, ഊഫറെക്ടമി ജസ്റ്റ് ഓവറീസ് മാത്രമാണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ സാൽപിഞ്ചോ ഊഫറെക്ടമിയിൽ നമ്മൾ ഫെലോപ്പിയൻ ട്യൂബും ഓവറീസും രണ്ടും റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയറാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ത്രോംബോഫ്ലിബൈറ്റിസ്. ത്രോംബോഫ്ലിബൈറ്റിസിൽ ത്രോംബോ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് എന്നാണ് മീനിങ് വരുന്നത്, ബ്ലഡ് ക്ലോട്ട് ആവുന്നത്. ഫ്ലീബോ എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിൻസിനെയാണ് നമ്മൾ ഫ്ലീബോ എന്ന് പറയുന്നത്. ഐറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ. സോ അപ്പോൾ നമ്മളുടെ വെയിൻ്റെ വാളിൽ ഇൻഫ്ലെയിംഡ് ആവുന്ന അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വരുന്നതിനെയാണ് എന്ത് കാരണം, നമ്മൾ ബ്ലഡ് ക്ലോട്ട് കാരണം നമ്മൾ വെയിൻസിൽ ഇൻഫ്ലമേഷൻ വരുന്ന കണ്ടീഷനെയാണ് ത്രോംബോഫ്ലിബൈറ്റിസ് എന്ന് പറയുന്നത്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന് APCന്റെ CPC എക്സാമിൽ നമ്മൾ കാണാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ട്രിക്കോമൈക്കോസിസ്. ട്രിക്കോ മീൻസ് ഹെയർ എന്നുള്ള മീനിങ് ആണ്. ട്രിക്കോമൈക്കോസിസ് എന്ന് പറയുന്നത് നമ്മളെ ഹെയർസിൽ വരുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ശരിക്കും മൈക്കോ എന്ന് പറഞ്ഞാൽ ഫംഗസ് എന്നുള്ള മീനിങ് ആണെങ്കിൽ കൂടി ട്രിക്കോമൈക്കോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഒരു ഹെയർസിൽ വരുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, ഡാക്രിയോസിസ്റ്റൈറ്റിസ്. ഡാക്രിയോ എന്ന് പറഞ്ഞാൽ ടിയർ അല്ലെങ്കിൽ നമ്മളെ ലാക്രിമൽ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. സിസ്റ്റോ എന്ന് പറഞ്ഞാൽ സാക്ക് എന്നാണ്. ഐറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫ്ലമേഷൻ എന്നുള്ളത്. അപ്പോൾ ഡാക്രിയോസിസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ലാക്രിമൽ സാക്കിൽ ടിയർ വരുന്നതാണ്, ഇൻഫ്ലമേഷൻ വരുന്നതിനെയാണ് ഡാക്രിയോസിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ടിയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാക്രിമൽ ഗ്ലാൻഡിലാണ് ഇൻഫ്ലമേഷൻ വരുന്നതെങ്കിലോ ലാക്രിമൽ ഗ്ലാൻഡിനെ നമ്മൾ ഡാക്രിയോ അഡിനോ എന്നാണ് പറയുന്നത്. അഡിനോ എന്ന് പറഞ്ഞാൽ ഗ്ലാൻഡ് എന്നുള്ളതാണ്. അപ്പോൾ ലാക്രിമൽ ഗ്ലാൻഡിലാണ് ഇൻഫ്ലമേഷൻ വരുന്നതെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് ഡാക്രിയോ അഡിനൈറ്റിസ് എന്നാണ്. ഇവിടെ നമുക്ക് എവിടെയാണ് ഇൻഫ്ലമേഷൻ വരുന്നത്, ഡാക്രിയോസിസ്റ്റൈറ്റിസിൽ? യെസ്, ലാക്രിമൽ സാക്കിലാണ് നമ്മൾ എന്ത് വരുന്നത്, ഇൻഫ്ലമേഷൻ വരുന്നത്. അപ്പോൾ മാറിപ്പോകരുത്, ഡാക്രിയോസിസ്റ്റൈറ്റിസും ഡാക്രിയോ അഡിനൈറ്റിസും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, നെക്സ്റ്റ് ഒണൈക്കോമൈക്കോസിസ്. ഒണൈക്കോമൈക്കോസിസ് എന്ന് പറഞ്ഞതിൽ ഒണൈക്കോ എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ മീനിങ് നെയിൽ എന്നാണ്. മൈക്കോ മീൻസ് ഫംഗസ്, ഫംഗൽ. മൈക്കോസിസ് എന്ന് പറയുമ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ എങ്കിൽ ഫംഗൽ ഡിസീസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒണൈക്കോമൈക്കോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെയിൽസിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷനെയാണ് നമ്മൾ ഒണൈക്കോമൈക്കോസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈനോപ്ലാസ്റ്റി. റൈനോ മീൻസ് നോസ്, പ്ലാസ്റ്റി മീൻസ് സർജിക്കൽ റിപ്പയർ. അപ്പം നമ്മളെ നോസിൽ എന്തെങ്കിലും ചെറിയ അബ്നോർമാലിറ്റി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മളൊരു കോസ്മെറ്റിക് പർപ്പസസിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, നമ്മളെ നോസ് സർജിക്കലി റിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടേം ആണ് ടിംപാനോട്ടമി. ടിംപാനോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇയർ ഡ്രമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടിംപാനോ എന്ന് പറയുന്നത്. ഓട്ടമി മീൻസ് സർജിക്കലി നമ്മൾ ഇൻസിഷൻ ചെയ്യുന്നതിന്, നമുക്ക് എവിടെയെങ്കിലും കട്ടിടുന്നതിനാണ് ടിംപാനോട്ടമി എന്ന് പറയുന്നത്. ഇപ്പം നമ്മളുടെ ഇയേഴ്സിൽ, ഇപ്പോൾ മിഡിൽ ഇയറിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഫ്ലൂയിഡ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇയർ ഡമ്മിൽ നമ്മൾ ഇൻസിഷൻ ഇട്ടിട്ട് നമ്മൾ അതിനെ ഡ്രെയിൻ ചെയ്ത് കളയും. സോ ഈ ഒരു പ്രൊസീജിയറിനെ നമ്മൾ ടിംപാനോട്ടമി എന്ന് പറയാം, ഇയർ ഡ്രമ്മിൽ നമുക്ക് ഇൻസിഷൻ ഇടുന്നതിന്. അതേപോലെ തന്നെ മൈറിഞ്ചോട്ടമി എന്ന് പറഞ്ഞാലും സെയിം ഇതേ പ്രൊസീജിയർ തന്നെയാണ്. നമ്മൾ ഈ ഒരു ഇയർ ഡ്രമ്മിൽ ഇൻസിഷൻ ഇടുന്നതിനെ തന്നെ നമ്മൾ മൈറിഞ്ചോട്ടമി എന്നും കൂടി പറയാറ്. ഈ മൈറിഞ്ചോട്ടമിയും പല ക്വസ്റ്റ്യൻ പേപ്പറിലും CPCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് തൊറാക്കോസ്കോപ്പി. തൊറാക്കോ മീൻസ് നമ്മൾ ചെസ്റ്റ് ഏരിയനെയാണ് നമ്മൾ പറയുന്നത്. സ്കോപ്പി മീൻസ് സർജിക്കൽ നമ്മൾ വ്യൂ ചെയ്യുക എന്നുള്ള മീനിങ് ആണ് വരുന്നത്.
നമ്മൾ ചെസ്റ്റ് ഏരിയനെ വ്യൂ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്, അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി വ്യൂ ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെയാണ് തൊറാക്കോസ്കോപ്പി എന്ന് പറയുന്നത്. തൊറാക്കോസ്കോപ്പ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ട് ചെറിയ ഇൻസിഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെസ്റ്റ് ക്യാവിറ്റിന്റെ ഉള്ളിൽ വ്യൂ ചെയ്യുന്ന പ്രൊസീജിയറാണ് തൊറാക്കോസ്കോപ്പി എന്ന് പറയും. സോ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള ടിപ്സും ട്രിക്സും അതുപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യാം. താങ്ക്